ഇതിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കമ്മീഷൻസ് ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് രൂപം കൊണ്ട വിവിധ ജുഡീഷ്യൽ കമ്മീഷനുകൾ ഭഗൽപൂർ, ഭീവണ്ടി അടക്കമുള്ള കലാപ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയ സംഘടന കൂടിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് എന്തിനാണ് RSSനെ നിരോധിച്ചത്? പണി പിന്നെയും പാളി. അടിയന്തരാവസ്ഥയിൽ RSSനെ നിരോധിച്ചത് എന്തിനാണ്? പല സംഘടനകളെ നിരോധിച്ചു. ഇപ്പം മഹാത്മാഗാന്ധി വധത്തിന് ശേഷം RSSനെ നിരോധിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ മഹാത്മാഗാന്ധി വധത്തിൽ നേരിട്ട് പങ്കുള്ള സംഘടനയാണ് ഹിന്ദു മഹാസഭ. ഈ പ്രതികളെല്ലാം ഹിന്ദു മഹാസഭ മെമ്പേഴ്സായിരുന്നു. ആ ഹിന്ദു മഹാസഭയെ നിരോധിച്ചോ? കയ്യിന്ന് പോയടാ ചാർലി. അതും മാത്രമല്ല, അന്ന് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന ആളിനെ ഈ മഹാത്മാഗാന്ധി വധം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ NC ചാറ്റർജിയെ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിച്ചു ജവഹർലാൽ നെഹ്റു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ ചാറ്റർജി 52-ലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിൽ വന്നു. ഗാന്ധിവധം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ ആരുടെയെങ്കിലും പുരികെ മനങ്ങിയോ? ആരെങ്കിലും മിണ്ടിയോ? ഈ പ്രതികളുടെ, ഈ ക്രൂരകൃത്യം ചെയ്ത പ്രതികളുടെ പരമോന്നത നേതാവ് പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ആ മനുഷ്യൻ പാർലമെന്റിൽ എത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. 71-ൽ